അതേസമയം ബീഹാറിൽ എൻഡിഎ ഭരണം തുടരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയും പ്രവചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന് പരമാവധി നേടാൻ സാധിക്കുക 100 സീറ്റുകൾ വരെ മാത്രമാകുമെന്നും പ്രവചനത്തിലുണ്ട്. രണ്ടാം ഘട്ട പോളിംഗ് പൂർത്തിയായപ്പോൾ 67% വരെ പോളിംഗ് വൈകിട്ട് 5 വരെ നടന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിറ്റോ തങ്കച്ചൻ കൂടെ ചേരുന്നുണ്ട്. ടിറ്റോ, അധികാര തുടർച്ച എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നിലവിൽ ബീഹാറിൽ തുടരുകയാണ് BJP എന്നുള്ളൊരു ഫലമാണ് ഈ വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളിൽ പറയുന്നത്. മറ്റ് ഏജൻസികൾ, അതായത് ഇപ്പോൾ പീപ്പിൾസ് പൾസിലൊക്കെ പറയുന്നത് മഹാസഖ്യം 75 മുതൽ 101 വരെ, NDA 133 മുതൽ 159 വരെ സീറ്റ് നേടുമെന്നാണ്. മറ്റ് ഏജൻസികൾ എന്തൊക്കെയാണ് പറയുന്നത്? മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സാധ്യത NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടരുന്നതിനാണ്. പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ ഇപ്രകാരമാണ്. ടൈംസ് നൗ JVC അവർ പറയുന്നത് 135 മുതൽ 150 സീറ്റ് വരെ NDA സഖ്യം നേടുമെന്നാണ്. എന്നാൽ അവർ ഇന്ത്യ സഖ്യത്തിന് 88 മുതൽ 103 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. അതേസമയം ഈ ജൻസ്വരാജ് പാർട്ടി JSP അവർക്ക് പരമാവധി 1 സീറ്റ് വരെ ആയിരിക്കും നേടാൻ സാധിക്കുക എന്നും ടൈംസ് നൗ JVC പറയുന്നു. പീപ്പിൾസ് പൾസിന്റേത് ഇതിനോടകം തന്നെ മേഘ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവരും ഈ ഇന്ത്യ സഖ്യത്തിന് 75 മുതൽ 101 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ NDAക്ക് 133 മുതൽ 159 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ അവർ JSPക്ക് 5 സീറ്റ് വരെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ മെട്രിക്സ് എന്ന് പറയുന്ന എക്സിറ്റ് പോൾ ആണ്. മെട്രിക്സിന്റെ കണക്കുകൾ പ്രകാരം അവരാണ് വളരെ കൂടുതൽ സീറ്റുകൾ NDAക്ക് കൊടുത്തിരിക്കുന്നത്. 147 മുതൽ 167 സീറ്റുകൾ വരെ നേടി NDA ഭരണം ബീഹാറിൽ തുടരുമെന്നാണ് മെട്രിക്സ് പറയുന്നത്. അവർ ഇന്ത്യ സഖ്യത്തിന് കൊടുക്കുന്നത് 70 മുതൽ 90 വരെ സീറ്റുകളാണ്. അതേസമയം JSPക്ക് 2 സീറ്റ് വരെ പരമാവധി നേടാൻ സാധിക്കുമെന്നും ആ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ ദൈനിക് ഭാസ്കറിന്റെ സർവേ പ്രകാരം 145 മുതൽ 160 സീറ്റ് വരെ ദൈനിക് ഭാസ്കറിന്റെ സർവേ പ്രകാരം NDA സഖ്യം നേടുമെന്ന് പറയുന്നു. 73 മുതൽ 91 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. മറ്റ് കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് കൊടുത്തിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ കൂടെ ആണ് ഈ ദൈനിക് ഭാസ്കറിന്റേത്. കാരണം 5 മുതൽ 10 സീറ്റുകൾ വരെ മറ്റുള്ള ആളുകൾ നേടാം എന്ന് ഈ കണക്കുകളിൽ അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം ഈ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR നടന്നത് ബീഹാറിലാണ്. നിരവധി പേർക്ക് അവരുടെ വോട്ട് നഷ്ടപ്പെട്ടു തുടങ്ങിയ ആരോപണങ്ങളും മറ്റും ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കടന്നു പോകുന്നത്. ഒന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിലും ഏതാണ്ട് 68% വരെ പോളിംഗ് ഇതുവരെ ആയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഒരു 7:30-8 മണിയോടുകൂടി മാത്രമാകും രാത്രി വൈകുന്നേരം വരെയുള്ള പോളിംഗിന്റെ ആകെയുള്ള കണക്കുകൾ വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പോളിംഗ് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധിയായിട്ട് മാറും എന്നാണ് ഇപ്പോൾ ഈ സർവേകൾ പ്രവചിക്കുന്നത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ സർവേകൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല NDA തുടരും എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് ബീഹാറിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2020-ലാണല്ലോ ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യം അദ്ദേഹം NDAയോടൊപ്പം ആയിരുന്നു. അദ്ദേഹത്തിന് 43 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 74 സീറ്റോടുകൂടിയുള്ള BJPയോട് ചേർന്ന് ആദ്യം ഭരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് 2022 അദ്ദേഹം ഈ മഹാഗഠബന്ധനിലേക്ക് വരികയാണ് ചെയ്തത്. RJDയോട് കൂടി ചേർന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഒരു 160 പേരുടെ വലിയൊരു ഒരു സർക്കാർ, 160 MLA-മാരുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സർക്കാരാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. പിന്നീട് 2024 അദ്ദേഹം വീണ്ടും തിരിച്ച് BJPയോടൊപ്പം ചേർന്ന് NDAയിലേക്ക് വന്നു. ഈ JDUവിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് 45 സീറ്റുകൾ മാത്രമാണുള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോ എന്തായാലും 45 സീറ്റുകളിൽ നിന്ന് നിതീഷ് കുമാർ തുടർച്ചയായി ഇങ്ങനെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് സഖ്യങ്ങളൊക്കെ മാറാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ NDA തുടരുമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മറ്റ് പാർട്ടികൾ എത്ര സീറ്റുകൾ വീതം അവർക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നിതീഷ് കുമാർ NDAയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ
ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് പലതവണ അദ്ദേഹം മുന്നണികൾ മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി നോക്കുമ്പോൾ ബീഹാറിന്റെ മുമ്പോട്ടുള്ള രാഷ്ട്രീയം ഏത് തരത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ BJP എത്ര സീറ്റ് പിടിക്കുന്നു എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും മുമ്പോട്ടുള്ള നീക്കങ്ങൾ. 122 സീറ്റാണ് സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബീഹാറിൽ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് എന്തായാലും ഇത് BJPക്കോ അല്ലെങ്കിൽ RJDക്കോ ലഭിക്കാനുള്ള സാധ്യത തീരെയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ കൂടുതൽ സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ സർക്കാർ ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുറച്ചുകൂടെ മുൻകൈ കിട്ടും. ഇതിനു മുമ്പ് നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ കണ്ടതാണ് BJP ഏതാണ്ട് മറ്റ് പാർട്ടികളെ പിളർത്തി, ഇപ്പൊ ശിവസേനയൊക്കെ പിളർത്തിയ ശേഷം പിന്നീട് ആദ്യം അവർ മുഖ്യമന്ത്രിയാകുകയും പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയുടെ വരികയൊക്കെ ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ എന്തെങ്കിലും സാഹചര്യം ബീഹാറിൽ സംഭവിക്കുമോ എന്നുള്ളത് ഈ വരുന്ന 14-ാം തീയതി നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. മേഘ. ശരി, ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലെല്ലാം തന്നെ അധികാര തുടർച്ചയുണ്ടാകും BJPക്ക് എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയുന്നത്. ഏതായാലും NDA 130 മുതൽ 159 വരെയുള്ള സീറ്റ്, അതേപോലെ തന്നെ മഹാസഖ്യം 75 മുതൽ 101 വരെയുള്ള സീറ്റുകൾ നേടും എന്നുള്ള ഒരു പ്രഡിക്ഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അധികാര തുടർച്ച തന്നെയാണ് എക്സിറ്റ് പോൾ പറയുന്നത്. BJPയുടെ ഒരു അധികാര തുടർച്ച തന്നെയായിരിക്കും ഇപ്രാവശ്യവും ബീഹാറിൽ ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരികയാണ്. NDAക്ക് 147 മുതൽ 167 വരെയുള്ള സീറ്റ് ലഭിക്കാമെന്നാണ് ബാറ്ററി സർവേ അടക്കം പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.